പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവിന് തങ്ങളെ തന്നെ സമർപ്പിച്ച് വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് ഉയർന്ന ഒരുപാട് വിശുദ്ധര് സഭയ്ക്കുണ്ട്. അവരിൽ തന്നെ ഏറ്റവും പ്രധാനിയായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ മാക്സിമില്യൻ കോൾബെ. വിശുദ്ധ മാക്സിമില്യൻ കോൾബയെ കുറിച്ച് പറയുക ഇങ്ങനെയാണ്: അമലോത്ഭവ മാതാവിന്റെ സൈന്യത്തിന്റെ സ്ഥാപകൻ, അനുകമ്പയുടെ രക്തസാക്ഷി, മരിയ അപ്പോസ്തലൻ, 20-ാം നൂറ്റാണ്ടിലെ രക്ഷക പുണ്യവാളൻ തുടങ്ങി പല പേരുകളിലും അറിയപ്പെടുന്ന ശക്തനായ വിശുദ്ധൻ. ഈ വിശുദ്ധൻ 1894 പോളണ്ടിൽ ഒരു കർഷക കുടുംബത്തിൽ, ദരിദ്രമായ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. കുഞ്ഞുനാളില് അറിയപ്പെട്ടിരുന്ന പേര് റെയ്മണ്ട് കോൾബെ എന്നായിരുന്നു. ഈ റെയ്മണ്ട് കോൾബെയുടെ ജീവിതത്തില് പലപ്പോഴും വലിയ പ്രത്യേകതയൊക്കെയുള്ള ഒരു കുട്ടിയായിരുന്നില്ല കോൾബെ. സാധാരണ കുട്ടികളെ പോലെ കുറേയൊക്കെ അനുസരണക്കേടുകളൊക്കെയുള്ള വികൃതികളുള്ള ഒരു കുട്ടി. ഒരുപാട് സങ്കടത്തോടുകൂടെ കോൾബയെ അമ്മ ചേർത്ത് നിർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ ഒടുവില് എന്തായി തീരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഈ കുഞ്ഞിന്റെ വികൃതികളും പലതരത്തിലുള്ള കുറവുകളൊക്കെ കണ്ടുകൊണ്ട് അമ്മ ഈ കോൾബയോട് ചോദിച്ചത്. ഇത് ഈ കോൾബയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുകയാണ്. കാരണം ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം അമ്മയുടെ നിറഞ്ഞ കണ്ണുകളോട് കൂടിയുള്ള ആ ചോദ്യം, നീ വലുതാകുമ്പോൾ എന്തായി തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ ഒരു ചോദ്യം സങ്കടത്തോടുകൂടെ ചോദിച്ചപ്പോൾ ഒരുപാട് ഈ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ആ ചോദ്യം വന്ന് തറച്ചു വീഴുകയാണ്. സങ്കടത്തോടെ ആ മുറിയിലുള്ള ഒരു കൊച്ചു മാതാവിന്റെ രൂപത്തിന് മുൻപിൽ സങ്കടത്തോടുകൂടി മാതാവിനോട് ചോദിക്കും: അമ്മേ, ഞാൻ എന്തായി തീരുമെന്നാണ് നിനക്കറിയാവുന്നത്? പിന്നീട് ഈ ചോദ്യവുമായിട്ട് തൊട്ടടുത്ത ദേവാലയത്തിലേക്ക് ഓടിച്ചെന്ന് ഈ വിശുദ്ധൻ വീണ്ടും അവിടെ ചെന്ന് ചോദിച്ചു: മാതാവേ, ഞാൻ എന്തായി തീരുമെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരണമേ. ഈ കുഞ്ഞ് വലിയ വാശി പിടിച്ച് പരിശുദ്ധ മറിയത്തിന്റെ രൂപത്തിന് മുമ്പ്, ദേവാലയ രൂപത്തിന് മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ കോൾബെ ഇതിനെക്കുറിച്ച് പിന്നീട് വലുതായപ്പോൾ, വൈദികനായപ്പോൾ ഈ ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാതാവ് തന്റെ കരങ്ങളില് ഒരു കരങ്ങളില് ചുമന്ന കിരീടവും മറ്റേ കരത്തില് വെള്ള കിരീടവുമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന പരിശുദ്ധ അമ്മ വന്ന് നിന്നു. അമ്മ വന്ന് എന്നോട് ചോദിച്ചു: നിനക്ക് ഇതിൽ ഏത് കിരീടമാണ് വേണ്ടത്? ഈ വലത്തെ കയ്യിലിരിക്കുന്ന വെള്ള കിരീടമോ ഇടത്തെ കയ്യിലിരിക്കുന്ന ചുമന്ന കിരീടമോ? ഈ കുഞ്ഞ് 2 കിരീടത്തിലേക്ക് നോക്കി. മാതാ പറഞ്ഞു: ഈ വെള്ള കയ്യിലിരിക്കുന്ന കിരീടം അത് സൂചിപ്പിക്കുന്നത് പരമപരിശുദ്ധമായ അവസ്ഥ, വിശുദ്ധമായ അവസ്ഥയാണ്. ഈ ഇടത്തെ കയ്യിലിരിക്കുന്ന ഈ കിരീടം, ചുമന്ന കിരീടം സൂചിപ്പിക്കുന്നത് രക്തസാക്ഷിത്വമാണ്. ബാലനായ കോൾബെ ഈ 2 കരങ്ങളിലേക്കും സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു: എനിക്ക് 2 കിരീടവും വേണം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് പരിശുദ്ധ മാതാവ് നിർമ്മലമായൊരു പുഞ്ചിരിയോടുകൂടെ ചിരിച്ചിട്ട് ഈ കോൾബയുടെ മുൻപിൽ നിന്ന് കടന്നു പോവുകയാണ്. പിന്നീട് ഈ കോൾബയുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റിമറിച്ചൊരു ദർശനമായിരുന്നു ഇത്. കോൾബെ രക്തസാക്ഷിത്വം അകിടം ചൂടുന്നുണ്ട്. രക്തസാക്ഷി ആയില്ലെങ്കിലും പരമപരിശുദ്ധമായ വിശുദ്ധിയുടെ മകുടത്തില്, ആ വിശുദ്ധിയുടെ നിറവിലാണ് പിന്നീട് ഈ കോൾബെ ജീവിച്ചത്. കോൾബയെ അറിയാവുന്ന വ്യക്തികൾ പറയും, കുഞ്ഞുനാള് മുതലേ ഒരു കാര്യത്തിനായിട്ട് നിർമ്മല്യമുള്ള അല്ലെങ്കിൽ ഒരു കൃപയുള്ള ഒരു കാര്യത്തിനായിട്ട് ആഗ്രഹിച്ചാൽ അതിനു വേണ്ടി തന്റെ ജീവൻ തന്നെ കൊടുക്കുവാനായിട്ട് ഈ ബാലനായ കോൾബെ തയ്യാറായിരുന്നു. ധൈര്യശാലിയായ ഈ ബാലൻ പിന്നീട് 1907 തന്റെ മൂത്ത സഹോദരനായ ഫ്രാൻസിസിനോടൊപ്പം കോൺവെന്റൽ ഫ്രാൻസിസ്കൻ സെമിനാരിയിൽ ചേർന്നു. 1914 തന്റെ ഫൈനൽ വ്രതമെടുക്കുമ്പോൾ, അവസാനത്തെ ആ വ്രതമെടുക്കുമ്പോൾ ഈ
കോൾബെ തൻ്റെ പേരിനോടൊപ്പം മാതാവിനോടുള്ള വലിയ സ്നേഹത്താല് മാതാവിനോടുള്ള തൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു പൂർത്തീകരണം പോലെ മരിയ എന്ന പേരും കൂടി തൻ്റെ പേരിനോടൊപ്പം കൂട്ടിച്ചേർത്തു. പിന്നീട് വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം ഒരുപാട് ശക്തിയോടുകൂടെ മാതാവിനെ കുറിച്ച് പ്രസംഗിച്ചും മാതാവിൻ്റെ സൈന്യത്തെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ മാതാവിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനെ കുറിച്ചും ഈ വിശുദ്ധനായിട്ടുള്ള ഈ കോൾബെ പ്രസംഗിക്കുമായിരുന്നു. 1915 പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിലെ ഡോക്ടറേറ്റ് എടുത്തു. പിന്നീട് 1919 പിന്നീട് മറ്റൊരു ഡോക്ടറേറ്റും കൂടി നേടി സഭയുടെ എല്ലാ പഠനങ്ങളുമൊക്കെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഈ മാക്സിമിലിയൻ കോൾബെ മാറുകയാണ്. ആ സമയത്താണ് സഭ വലിയൊരു പ്രശ്നം അഭിമുഖീകരിച്ചത്. പിശാചിനെ ആരാധിക്കുന്ന ഫ്രീമേസൺസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അതില് ഈ സമൂഹത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികള്, ഭരണകർത്താക്കള്, വക്കീലന്മാര്, അങ്ങനെ ഈ സമൂഹത്തിൽ ഉയർന്ന പലരുമൊക്കെയുള്ള പിശാചിനെ ആരാധിക്കുന്ന ഫ്രീമേസൺസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ വലിയ ഭീഷണി പോളണ്ടിലെ സഭ അഭിമുഖീകരിച്ചത്. കാരണം പോളണ്ടിലെ പള്ളികളിലും റോമിലുള്ള പള്ളികളിലുമൊക്കെ ഈ ഫ്രീമേസൺസ് കൊണ്ടുവന്ന് സാത്താന്റെ സിംബളുകൾ കൊണ്ട് പതിപ്പിക്കാൻ തുടങ്ങി. മിഗേൽ മാലാഖയെ ഈ സാത്താൻ വിജയിക്കുന്നതിൻ്റെയൊക്കെ സിംബള് കൊണ്ടുവന്ന് പതിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഫ്രീമേസൺസ് ലോകത്തിലെ പിശാച ആരാധന പടർന്ന് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില് ഒരുപാട് സങ്കടത്തോടുകൂടെ ഈ മാക്സിമിലിയൻ കോൾബെ മാതാവിന്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് മാതാവിന്റെ പ്രത്യേക നിർദ്ദേശത്താല് മാക്സിമിലിയൻ കോൾബെ പിശാച് ആരാധകർ ഈ ഫ്രീമേസൺസിനെ എതിർത്ത് നിൽക്കുവാൻ, അവരെ പരാജയപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ശക്തി ഭൂമിയിലേക്ക് കടന്നു വരാനായിട്ട് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്തോടുകൂടി ശക്തമായ ഒരു സമൂഹത്തെ രൂപീകരിക്കുന്നുണ്ട്. ആ സമൂഹത്തിന്റെ പേരിങ്ങനെയാണ് അമലോത്ഭവ സൈന്യം. കാരണം ഈ പിശാച ആരാധകരെ നിന്ന് ജനത്തെ രക്ഷിക്കുവാനായിട്ട് ഈ അമലോത്ഭവ സൈന്യം എന്ന ഒരു ഗ്രൂപ്പ് പോളണ്ടില് ഈ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ സ്ഥാപിച്ചു. കാരണം പിശാചിനെതിരായിട്ട് പടപൊരുതണമെന്നും അതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധവും ശക്തിയും പരിശുദ്ധ അമ്മയാണെന്നും ജനത്തെ ഈ മാക്സിമിലിയൻ കോൾബെ പഠിപ്പിച്ചു. നമുക്കറിയാം ഫ്രീമേസനെ കുറിച്ച് നമ്മുടെ കേരളത്തിലും ഒക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഇവിടെ ഈ നമ്മുടെ കേരളത്തിലൊക്കെ പിശാചിനെ ആരാധിക്കുന്ന ഈ സമൂഹങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ പിശാചിനെതിരായി പോരാടാനുള്ള ശക്തമായ ഒരു സൈന്യം, അമലോത്ഭവ സൈന്യം എന്ന ഒരു സൈന്യം മാക്സിമിലിയൻ കോൾബെ രൂപീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, 1917 ഈ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ വലിയ ആഗ്രഹമായ ഈ അമലോത്ഭവ സൈന്യം രൂപീകരിക്കപ്പെടുകയും റോമിന്റെ അംഗീകാരം അതിന് ലഭിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഈ അമലോത്ഭവ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പരിശുദ്ധ മാതാവിന്റെ വലിയ മധ്യസ്ഥ ശക്തിയാല് പാപികളെ മാനസാന്തരപ്പെടുത്തുക, പ്രത്യേകിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഫ്രീമേസൺ സംഘടനയിലെ എല്ലാവരെയും അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക, ദൈവത്തിന് ശത്രുക്കളായ പിശാചിനെ അതിനെ ഇല്ലാതാക്കാൻ, ഭരണത്തെ ഇല്ലാതാക്കുക. അതിനുവേണ്ടി മാതാവിൻ്റെ കരം പിടിച്ച് പ്രാർത്ഥിക്കുന്ന, മാതാവിന് വേണ്ടി മാതാവിനോട് ചേർന്ന് പോരാടുന്ന ഒരു സൈന്യമാണ് അമലോത്ഭവ സൈന്യം. ഈ അമലോത്ഭവ സൈന്യത്തെ കുറിച്ച് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ പറയുന്നത് ഇങ്ങനെയാണ്: ജന്മപാപമില്ലാത്തവളും നിർമ്മലയുമായ കന്യക മറിയത്തിന്റെ സേനാനായകത്വത്തിൽ യേശുവൈ ലോകം മുഴുവനും കഴിയുന്നത്ര വേഗത്തിൽ ദൈവരാജ്യത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഈ സംരംഭത്തിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത്. ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പരിശുദ്ധ കന്യക മറിയത്തോടൊപ്പം ചേർന്നുകൊണ്ട് ലക്ഷ്യം നേടിയെടുക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും. അതുമാത്രമായിരിക്കും എൻ്റെ ലക്ഷ്യവും.
വിശുദ്ധനായ മാക്സിമിയൻ കോൾവെ പറയുക ഇങ്ങനെയാണ്, അതായത് പരിശുദ്ധ അമ്മ സേനാനായികയായിട്ട്, ഈ അമലോത്ഭവ സൈന്യത്തിന്റെ സേനാനായികയായിട്ട് പരിശുദ്ധ അമ്മയുടെ പിന്നില് അണിനിരന്നുകൊണ്ട് ഈശോ വഴി, ഈശോയിലൂടെ ഈ ദൈവരാജ്യം ഈ ലോകത്ത് സ്ഥാപിക്കുക, ശത്രുക്കളായ പിശാചിന്റെ ആ അധികാരം ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റുക, അതിനായിട്ട് ഒന്നു ചേരണമെന്ന് ഈ അമലോത്ഭവ സൈന്യത്തിലൂടെ വിശുദ്ധ കോൾബെ പറഞ്ഞു വയ്ക്കും. പ്രിയപ്പെട്ടവരിൽ പെട്ടെന്ന് പോളണ്ടിൽ മാത്രമല്ല ലോകം മുഴുവനും പടർന്ന് പിടിക്കുകയും ഈ പ്രത്യേകിച്ച് പിശാച് ആരാധനകൾക്കെതിരായിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ധൈര്യത്തോടുകൂടി അതിനെതിരെ പോരാടുന്ന വലിയൊരു സൈന്യത്തെ ഈ വിശുദ്ധ മാക്സിമിയൻ കോൾബെയ്ക്ക് ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്നും നമ്മുടെ ഈ ലോകത്തും ഈ അമലോത്ഭവ സൈന്യത്തിന്റെ പ്രാധാന്യമുണ്ട്. കാരണം മാക്സിമിയൻ കോൾബെയിലൂടെ പരിശുദ്ധ മാതാവ് പറയുന്നത് ഇതാണ്, അതായത് പിശാചാകുന്ന ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ ആ മാതാവിന്റെ കരം പിടിക്കണം. ആ മാതാവിന്റെ കരം പിടിച്ചാൽ നമുക്ക് ഏത് പിശാചിനെയും ഏത് തിന്മയെയും ഇല്ലാതാക്കാൻ സാധിക്കും. പിന്നീട് പോളണ്ടിലും ജപ്പാനിലേക്കും അങ്ങനെ തന്നെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും ഈ വിശുദ്ധ മാക്സിമിയൻ കോൾബെ കടന്നു ചെന്ന് തൻ്റെ ഈ അമലോത്ഭവ സൈന്യത്തെ കുറിച്ച് അവിടെ പഠിപ്പിക്കുകയും അതിലൂടെ ഒരുപാട് ജനങ്ങളെ വിശുദ്ധിയിലേക്ക് ഉയർത്തുകയും ചെയ്യാൻ സാധിച്ചു. ഈ അമലോത്ഭവ സൈന്യത്തിന് മറ്റൊരു പ്രത്യേകത, അത് പരിപൂർണ വിശുദ്ധിയോടുകൂടി ജീവിച്ച് മാതാവിന്റെ കരം പിടിച്ച് പിശാചിനെതിരെ പോരാടുക. ഈ ജപ്പാനിലെ മിഷൻ കഴിഞ്ഞ് തിരിച്ച് പോളണ്ടിലേക്ക് ഈ വിശുദ്ധ മാക്സിമിയൻ കോൾബെ കടന്നു വന്ന് അവിടെ കടന്നു വരുന്ന ആ സമയത്ത് രണ്ടാം ലോക മഹായുധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. നിരാലംബരായിട്ടുള്ള പല യഹൂദരെയും ഭവനവും നാടുമൊക്കെ നഷ്ടപ്പെട്ട പല യഹൂദരെയും ദൈവസ്നേഹത്തെ പ്രതി ഈ മാക്സിമിലിയൻ കോൾബെ തൻ്റെ മുറിയിലും തൻ്റെ വാസസ്ഥലങ്ങളിലുമൊക്കെ ഒളിച്ചു താമസിപ്പിച്ചു. പിന്നീട് നാസികൾ ഇത് മനസ്സിലാക്കി ഈ മാക്സിമിലിയൻ കോൾബയെയും പിന്നീട് ബന്ധിക്കുന്നുണ്ട്. തന്നെ ഈ നാസികൾ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കടന്നു വരുന്നുണ്ട് എന്നറിയുമ്പോൾ ഫ്രാൻസിസ്കൻ സഭയിലെ മറ്റു സന്യാസികൾ മാക്സിമിലിയൻ കോൾബയോട് പറയും, എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കുക. എന്നാൽ മാക്സിമിലിയൻ കോൾബെ ആ ഒരു കാര്യം സ്നേഹത്തോടു കൂടി സ്വീകരിച്ചിട്ട് ആ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളായ മറ്റു സഹോദരങ്ങളോട് പറയും, ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒളിച്ച് താമസിക്കില്ല. ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ പടയാളിയാണ്, എൻ്റെ മാതാവിൻ്റെ സൈന്യത്തിൽ അംഗമാണ്. തിന്മയ്ക്കെതിരായിട്ട് ധൈര്യത്തോടുകൂടി ഞാൻ പോരാടും. എന്നെ വിളിച്ച മാതാവിന് എന്നെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. അത് പിന്നീട് നിങ്ങൾക്കത് മനസ്സിലാകും. അങ്ങനെ മാക്സിമിലിയൻ കോൾബെ അറസ്റ്റ് ചെയ്യപ്പെടുകയും നാസികളുടെ വലിയ തടവറയായ ഓർസ്വിറ്റ്സ് എന്ന് പറയുന്ന ഈ തടവറയിലെ ബന്ധിക്കപ്പെടുകയും ചെയ്തു. ക്രൂരമായ മർദ്ദനങ്ങളിലൂടെ മാക്സിമിലിയൻ കോൾബെ കടന്നു പോകുന്നുണ്ട്. ആ ഇടയ്ക്ക് ആ തടവറയിൽ നിന്ന് ഒരു മനുഷ്യൻ ജയിലിൽ ചാടി രക്ഷപ്പെടുന്നു. നാസികളുടെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യൻ ജയിലിൽ ചാടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന് പകരമായിട്ട് 10 മനുഷ്യരുടെ ജീവൻ എടുക്കും. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് എല്ലാ തടവ് പുള്ളികളെയും തടവറക്കാരെയും ചെന്ന് ഇങ്ങനെ നിരത്തി പിടിച്ചും അതിൽ നിന്ന് 10 പേരെ നാസി പടയാളികൾ പ്രത്യേകം തെരഞ്ഞെടുത്തു. ആ 10 പേരിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വാവിട്ട് കരയുകയാണ്. കാരണം ആ മനുഷ്യനറിയാം ഈ 10 പേരും തങ്ങൾ ഇതാ കൊല്ലപ്പെടുവാനായിട്ട് പോവുകയാണ്. ഈ മനുഷ്യൻ വാവിട്ട് കരയുക ഇങ്ങനെയാണെങ്കിൽ ഭാര്യയും മക്കളും ഒക്കെയുണ്ട്, ഇന്ന് എനിക്ക് അവരെ കാണുവാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് വാവിട്ട് കരയുകയാണ്. ആ സമയത്ത് മാക്സിമിലിയൻ കോൾബെ മുന്നോട്ട് കടന്നു വന്നിട്ട് പറയും, ആ മനുഷ്യന് പകരമായിട്ട് ഞാൻ മരിക്കാം. കാരണം ആ മനുഷ്യനും ഭാര്യയും മക്കളും കുടുംബവും ഒക്കെയുണ്ട്. ആ മനുഷ്യന് പകരമായിട്ട് ഞാൻ മരിക്കാം. അങ്ങനെ ആ മനുഷ്യന് പകരക്കാരനായിട്ട് മാക്സിമിലിയൻ കോൾബെ മുന്നോട്ട് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്നേഹത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു വെക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. വലിയ സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു ഈ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ.
അങ്ങനെ തടവറയിൽ പട്ടിണി കിടന്ന് മരിക്കുവാനായിട്ട് ഈ 10 പേരെയും പ്രത്യേകമായിട്ട് സെല്ലിലേക്ക് മാറ്റി. അവിടെ പട്ടിണിക്കിട്ട് കൊല്ലുവാന ഭക്ഷണമൊന്നും കൊടുക്കാതെ അവസാനം പട്ടിണിക്കിട്ടിട്ട് മരിക്കാതെ വരുമ്പോൾ ഈ മാക്സിമിലിയൻ കോൾബയെ കൊല്ലുവാനായിട്ട് കാർബോളിക് ആസിഡ് എന്ന മാരക വിഷം ഈ വിശുദ്ധന്റെ ദേഹത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവസാനം വരെ പിശാചിനോട് പൊരുതിയ ഒരു മാതാവിന്റെ വലിയ ശക്തനായ പടയാളിയായിരുന്നു ഈ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. ഓരോ ക്രിസ്ത്യാനിയോടും സഭ ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. പിശാചിനെതിരെ, തിന്മയ്ക്കെതിരായിട്ട് മാതാവിന്റെ കരം പിടിച്ചുകൊണ്ട് പോരാടുക. അങ്ങനെ പോരാടുമ്പോൾ തീർച്ചയായും മാതാവ് നമ്മളെ സഹായിക്കാനുണ്ടാകും. കുഞ്ഞുനാളില് മാക്സിമിലിയൻ കോൾബയ്ക്ക് കിട്ടിയ വലിയ ദർശനം, 2 കിരീടവുമായിട്ട് പരിശുദ്ധ മാതാവ് കടന്നു വരികയാണ്. ഒരു കയ്യില് വെളുത്ത കിരീടവും മറ്റേ കയ്യില് ചുമന്ന കിരീടവും. വെളുത്ത കിരീടം വിശുദ്ധിയുടെ അടയാളമാണ്, ചുമന്ന കിരീടം രക്തസാക്ഷ്യത്തിന്റെ അടയാളം. ഇതിലേത് വേണമെന്ന് ചോദിച്ചപ്പോൾ ബാലനായ മാക്സിമിലിയൻ കോൾബെ അന്ന് പറഞ്ഞു, എനിക്ക് 2ഉം വേണം. പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷി ആയില്ലെങ്കിലും തീർച്ചയായിട്ടും മാക്സിമിലിയൻ കോൾബെ വിശുദ്ധനാകുമായിരുന്നു. കാരണം അത്രമാത്രം വിശുദ്ധിയുടെ തീഷ്ണതയിലായിരുന്നു മാക്സിമിലിയൻ കോൾബെ ജീവിച്ചത്. 1941 ആഗസ്റ്റ് മാസത്തിലാണ് തൻ്റെ സ്വർഗീയ സമ്മാനം മേടിക്കുവാനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവൻ പറിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, 1982 വിശുദ്ധനായ ജോൺ പോൾ II മാർപ്പാപ്പ ഈ വിശുദ്ധനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ലോകത്തിന് തന്നെ സ്നേഹത്തിന്റെ പ്രതീകമായി സ്വന്തം ജീവൻ സഹോദരനായിട്ട് പകർത്ത് നൽകുന്ന സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ഉയർത്തിപ്പിടിച്ചു. മാക്സിമിലിയൻ കോൾബയുടെ വലിയ സ്നേഹവും ധൈര്യവും മാതാവിന്റെ കരം പിടിച്ചുള്ള ആ ജീവിതവും നമുക്കും ഉണ്ടാകട്ടെ. അവരുടെ കൃപ ദൈവം നമുക്ക് നൽകട്ടെ. നമുക്കും മാതാവിന്റെ സൈന്യത്തിൽ ഒരു അംഗമായിട്ട് തിന്മയ്ക്കെതിരായിട്ട് പടപൊരുതാം.